സഭാസ്തംഭനം ഒഴിവാക്കാൻ സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു. നാളെ രാവിലെ 8:30 സ്പീക്കറുടെ ചേംബറിലാണ് യോഗം ചേരുക. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ സ്തംഭിക്കുന്ന സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. ആർ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ചോദ്യോത്തരവേള റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ് നിയമസഭ. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കണ്ടതാണ് ആ പ്രതിഷേധം ശക്തമാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സ്പീക്കർ നാളെ യോഗത്തിൽ? കഴിഞ്ഞ 2 ദിവസമായി നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം കാരണം സഭ സ്തംഭിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചത്. 8:30 സ്പീക്കറുടെ ചേംബറിൽ യോഗം ചേരുക. സഭാ നടപടികൾ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യമാണ്. പ്രതിപക്ഷമാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. സർക്കാർ ചർച്ചയ്ക്ക് സന്നദ്ധമാണെങ്കിലും ചർച്ചയില്ല. മന്ത്രി വി എൻ വാസവൻ രാജിവെക്കുക, അതുമാത്രമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. വി എൻ വാസവൻ രാജിവെക്കാതെ ഒരു ചർച്ചയുമില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് സഭ തുടർച്ചയായി സ്തംഭിക്കുന്നത്. തുടർച്ചയായി ഇനി 10-ാം തീയതി വരെയാണ്, വെള്ളിയാഴ്ച സഭാ സമ്മേളനം അവസാനിക്കേണ്ടതാണ്. ഈ ദിവസങ്ങൾ മുഴുവൻ സഭയ്ക്കകത്ത് കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ പങ്കെടുത്താൽ പോലും പ്രതിപക്ഷം പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചർച്ചയിൽ ഉയർത്തുന്ന ഏക ആവശ്യം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണം എന്ന് തന്നെയായിരിക്കും. ഓക്കെ, വ്യക്തമാണ്. നാളെ രാവിലെ 8:30 സ്പീക്കറുടെ ചേംബറിൽ യോഗം ചേരുക. ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.